അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ അമ്മാ ബഅദ്. സ്നേഹധന്യരായ പഠിതാക്കളെ, മഹാനായ അബൂദാവൂദ് റഹിമഹുല്ലയും മഹാനായ ഇമാം തുർമുദി റഹിമഹുല്ലയും ഒക്കെ മുആവിയത്ത് ബിൻ ഹൈദ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിച്ച ഒരു ഹദീസാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അദ്ദേഹം പറയുകയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ നബി അല്ലാഹ്, ഔറാത്തിന മാ നഅ്തി മിൻഹ വമാ നദർ. ഞങ്ങളുടെ നഗ്നതകളിൽ നിന്നും ആ നഗ്നത ആർക്കൊക്കെ കാണാൻ പറ്റും, ആരൊക്കെ തൊട്ടാണ് ഞങ്ങളത് ഉപേക്ഷിക്കേണ്ടത്? ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ഇഹ്ഫൽ ഔറതക്, നീ നിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇഹ്ഫൽ ഔറതക്, നീ നിൻ്റെ ഔറത്തിനെ സംരക്ഷിക്കുക. ഇല്ലാ മിൻ സൗജതിക് ഔ മാ മലക്കത് യമീനുക്, നിൻ്റെ ഭാര്യയെ തൊട്ടും അതുപോലെ നിൻ്റെ അടിമയെ തൊട്ടും അല്ലാത്ത മറ്റുള്ള ആളുകളെ തൊട്ടൊക്കെ നീ നിൻ്റെ നഗ്നതയെ നീ സംരക്ഷിക്കുക എന്നാണ്. അപ്പം വീണ്ടും അദ്ദേഹം പറയുകയാണ്, ഞാൻ വീണ്ടും ചോദിച്ചു, ഇദാ കാനൽ ഖൗമു ബഅദുഹും ഫി ബഅദ്, ജനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആളുകളാണ്, ഞങ്ങൾക്കാർക്കിടയിൽ അങ്ങനത്തെ മറവുകളോ അതല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനത്തെ ആളുകളാണെങ്കിലോ അവരെ തൊട്ടും ഞങ്ങൾ ഔറത്തിനെ മറക്കേണ്ടതുണ്ടോ? അഥവാ പുരുഷന്മാരെ തൊട്ടും സ്ത്രീകളെ തൊട്ടും ഒക്കെ അങ്ങനെ മറക്കേണ്ടതുണ്ടോ? ഖാല, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനിസ്തതഅത അല്ലാ യറാഹ അഹദുൻ ഫല യറാഹ, നിൻ്റെ ഔറത്തിനെ ഒരാളും കാണാൻ പാടില്ല. നിൻ്റെ ഔറത്തിനെ മറച്ചു വെക്കാൻ കഴിയുമെങ്കിൽ എല്ലാ ആളുകളെ തൊട്ടും നീ മറച്ചു വെക്കണം, അത് ഒരാളും കാണാൻ പാടുള്ളതല്ല. അത് വീണ്ടും ചോദിച്ചു അദ്ദേഹം, യാ നബി അല്ലാഹ്, ഇദാ കാന അഹദുന ഖാലിയ, ആളുകളുടെ ഇടയിലല്ല, ഞങ്ങൾ ഇനി ഒറ്റക്കാണ് എങ്കിൽ ഞങ്ങൾക്ക് വിവസ്ത്രരായിക്കൊണ്ട് നഗ്നത കാണിക്കുന്നവരായിക്കൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടാൻ പറ്റുമോ? ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും മറുപടി പറഞ്ഞു, ഫല്ലാഹു അഹക്കു അൻ യസ്തഹി മിൻഹു അന്നാസ്, ജനങ്ങളെക്കാൾ ലജ്ജിക്കുവാൻ അർഹനായിട്ടുള്ളത് അള്ളാഹു ആകുന്നു. ജനങ്ങൾ കാണുമെന്ന ലജ്ജയല്ല നീ നിൻ്റെ ഔറത്തിനെ മറക്കാൻ കാരണമാകേണ്ടത്, മറിച്ച് ആ ജനങ്ങളുടെയും നിൻ്റെയും ഒക്കെ റബ്ബായിട്ടുള്ള അള്ളാഹുവിനെ തൊട്ട് നീ ലജ്ജിക്കേണ്ടവനാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലൈംഗിക വിശുദ്ധി എന്നത് ഇസ്ലാം വലിയ ഗൗരവത്തോടു കൂടി കാണുന്ന കാര്യമാണ്. മഖാസിദു ശരിയ അഥവാ മത നിയമങ്ങളുടെ നിർമ്മാണ ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ഹിഫാദത്തുൻ നസ്ൽ, വർഗവംശവർദ്ധനവിൻ്റെ സംരക്ഷണമെന്നത്. ഈ വർഗവംശവർദ്ധനവിൻ്റെ സംരക്ഷണത്തിന് എതിരാകുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് നഗ്നതാ പ്രദർശനങ്ങളും നഗ്നതാ ആസ്വാദനങ്ങളെയും ഒക്കെ ഇസ്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് തിന്മകളിലേക്ക് മനുഷ്യനെ വഴി നടത്തുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. വ്യഭിചാരത്തിലേക്കും സ്വവർഗ ലൈംഗികതയിലേക്കുമൊക്കെ മനുഷ്യനെ വഴി നടത്തുന്നിടത്ത് നഗ്നതാ പ്രദർശനങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിയും തൻ്റെ ശരീരഭാഗം എത്ര കണ്ടു മറക്കുവാൻ കഴിയുമോ അത്രയും മറച്ചുകൊണ്ട് ജീവിക്കുക എന്നതു തന്നെയാണ് അവൻ്റെ ബാധ്യത എന്ന് അവൻ തിരിച്ചറിയേണ്ടതുണ്ട്. കേവലം തൻ്റെ ശരീരത്തിലെ മാംസളമായ ഭാഗങ്ങളിൽ ഇറുകിയ രൂപത്തിൽ എന്തെങ്കിലും ചുറ്റി വരിഞ്ഞു കെട്ടുന്നതിന് വസ്ത്രം ധരിക്കുക എന്ന് പറയുകയില്ല. പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത്, ഏതെങ്കിലും രൂപത്തിലുള്ള വസ്ത്രം ധരിച്ച് തൻ്റെ തൊലിനിറം കാണുന്നില്ല, ശരീരം നേരിട്ട് പുറത്ത് കാണുന്നില്ല എന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ചാൽ വസ്ത്രമായി എന്നാണ്. ഒരിക്കലും അതല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷൻ എങ്ങനെയായിരിക്കണം വസ്ത്രം ധരിക്കേണ്ടത് എന്നും ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം വസ്ത്രം ധരിക്കേണ്ടത് എന്നുമൊക്കെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപ്രകാരം തന്നെയാണ് നമ്മൾ വസ്ത്രം ധരിക്കേണ്ടത്. നമ്മുടെ നഗ്നത ആരുടെയൊക്കെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ പറ്റുമെന്നതും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഏതെങ്കിലും കാരണത്താൽ
ഒരാൾ നഗ്നത പ്രദർശനം നടത്തുന്നുണ്ട് എങ്കിൽ അവിടെ എന്തായിരിക്കണം ഒരു വിശ്വാസിയുടെ നിലപാട് എന്നതും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പുരുഷന്മാരായ അതുപോലെ തന്നെ സ്ത്രീകളായ വിശ്വാസികളോടും വിശ്വാസിനികളോടുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അത്തരം അവസ്ഥകളിൽ അവർ അവരുടെ കണ്ണുകളെ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്നാണ്. കണ്ണുകളെ താഴ്ത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിന്മകളുടെ നേരെയുള്ള നോട്ടങ്ങളെ അവർ ഇല്ലാതെയാക്കിക്കൊള്ളട്ടെ എന്നു തന്നെയാണ്. അതുപോലെ തന്നെ വിശ്വാസിനികളോട് പ്രത്യേകം പറഞ്ഞു, വക്കുല്ലിൽ മുഅ്മിനാതി യഗ്ദുദുന മിൻ അബ്സാരിഹിന്ന, അവർ അവരുടെ കണ്ണുകളെ അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. വയഹ്ഫളിന ഫുറൂജഹുന്ന, അവർ അവരുടെ ഗുഹ്യാവയവങ്ങളെ അവർ സംരക്ഷിച്ചു കൊള്ളട്ടെ. വലാ യുബ്ദീന സീനതഹുന്ന, അവർ അവരുടെ അലങ്കാരങ്ങൾ അവർ വെളിവാക്കരുത്. ഇല്ലാ മാ ളഹറ മിൻഹ, അതിൽ നിന്നും പ്രകടമാകുന്ന രൂപത്തിലുള്ളവയൊഴികെ. വൽയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവർ അവരുടെ ശിരോവസ്ത്രങ്ങളെ അവരുടെ മാർവിടങ്ങളിലൂടെ അവ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിലൂടെ വ്യക്തമായി പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അഥവാ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ ധരിക്കേണ്ട വസ്ത്രം എങ്ങനെയായിരിക്കണം എന്നത് ഇവിടെ കൃത്യമായി പറഞ്ഞു. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹ, ആ അവളുടെ ഭംഗിയിൽ നിന്നും പ്രകടമാകുന്നതല്ലാതെ അവൾ വെളിവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ രണ്ട് രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് പണ്ഡിതന്മാർ അതിൽ പറഞ്ഞത്. ഒന്ന്, വസ്ത്രം മാന്യമായ വസ്ത്രം ധരിച്ചാലും ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രം ധരിച്ചാലും ആ വസ്ത്രത്തിൻ്റെ മുകളിലൂടെ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ഭംഗികളുണ്ട്. ആ ഭംഗിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ പറഞ്ഞത് തൻ്റെ മുൻകൈയും അതുപോലെ തന്നെ മുഖവും ഒഴിച്ചുള്ള ഭാഗം മുഴുവൻ മറച്ചു കൊള്ളട്ടെ. ഈ ലഹറ മിൻഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഖവും മുൻകൈയുമാണ് എന്നതാണ്. അപ്പോൾ ഈ രൂപത്തിൽ തൻ്റെ മുഖവും മുൻകൈയും ഒഴിച്ചു ബാക്കിയുള്ള ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മുഴുവനും നിർബന്ധമായും മറക്കണമെന്നത് ഇസ്ലാമിൻ്റെ നിയമമാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. ഇനി മുഖവും മുൻകൈയും മറക്കുക എന്നതോ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് മുസ്തഹബാണ്, വലിയ കൂലിയുള്ള കാര്യമാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും തന്നെയുള്ള മറ്റു ഹദീസുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുരുഷൻ്റെ നഗ്നതയെക്കുറിച്ച് പറഞ്ഞത് അവൻ്റെ മുട്ടുപൊക്കിളിന് ഇടയിലുള്ള ഭാഗങ്ങൾ നിർബന്ധമായും അവൻ മറച്ചിരിക്കണമെന്നതാണ്. മാത്രമല്ല അവൻ്റെ നെരിയാണിയുടെ താഴേക്ക് അവൻ്റെ വസ്ത്രം പോകരുത് എന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമാണ് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. 7 ആകാശത്തിൻ്റെ മുകളിൽ നിന്നും ജിബ്രീൽ അലൈഹിസ്സലാം ഈ കാര്യം പറഞ്ഞു കൊടുക്കുവാനായി വന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഗൗരവം ചെറുതല്ല എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, 3 വിഭാഗം ആളുകൾ. ആ 3 വിഭാഗം ആളുകളുടെ പ്രത്യേകത എന്താണ്? അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ഖിയാമത്ത് നാളിൽ സംസാരിക്കുകയില്ല, അല്ലാഹു അവരോട് സംസാരിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അൽ മന്നാനുല്ലദീ ലാ യുഗ്തി ഷൈഅൻ ഇല്ലാ മന്നഹു, ആർക്കെങ്കിലും വല്ല ഉപകാരവും ചെയ്തു കഴിഞ്ഞാൽ അതങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് അത് അങ്ങനെ ഉണ്ടായത്, ഞാൻ അവനെ അങ്ങനെ സഹായിച്ചു ഇങ്ങനെ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ് ചെയ്ത കാര്യങ്ങൾ നന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആളുകൾ, അവരോട് അള്ളാഹു നാളെ പരലോകത്ത് സംസാരിക്കൂല. രണ്ടാമത്തത് പറഞ്ഞത് വൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹലഫി അൽ ഫാജിർ, തൻ്റെ കയ്യിലുള്ള കച്ചവട വസ്തുക്കളെ കള്ളസത്യം പറഞ്ഞുകൊണ്ട് വിൽക്കുന്ന ആളുകൾ, ഇല്ലാത്ത ഗുണങ്ങളും മറ്റുമൊക്കെ വസ്തുക്കൾക്ക് പറഞ്ഞ് അതിന് സത്യം ചെയ്തുകൊണ്ട് ഇതങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് സാധനങ്ങൾ വിറ്റൊഴിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരിഗണിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ അൽ മുസ്ബിലു ഇസാറഹു, തൻ്റെ അരയുടുപ്പിനെ വലിച്ചിഴച്ച് നടക്കുന്നവൻ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല അരയുടുപ്പിൻ്റെ വലിപ്പം നിശ്ചയിച്ചിട്ടുള്ള അവൻ്റെ കണങ്കാലിൻ്റെ മധ്യം വരെയാണ്. പിന്നീട് അവിടെ നിന്ന് ഒരു ചാണാണ് റുഖ്സയായിക്കൊണ്ട് ഇളവായിക്കൊണ്ട് അനുവദിച്ചത്. അഥവാ തൻ്റെ കണങ്കാലിൻ്റെ മധ്യത്തിൽ നിന്നും തൻ്റെ കയ്യിലെ വിരലുകൾ വെച്ചൊരു ചാണ അളന്നു കഴിഞ്ഞാൽ അത് തൻ്റെ നെരിയാണിയുടെ മുകളിൽ വരെ വന്ന് നിൽക്കും. അതിൻ്റെ താഴേക്ക് കൊണ്ടുപോകുന്നവനെ ഈ പറഞ്ഞ വലിച്ചേച്ചു നടക്കുന്നവൻ എന്നതിലേക്കാണ് കൊണ്ടുപോവുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ നെരിയാണി മുതൽക്ക് ഒരു ചാണ് വരെ താഴേക്ക് നീളുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ അവർക്കാകാം.
മറ്റു ചില ഹദീസുകളിൽ ഒരു മുഴം വരെ എന്ന് പറഞ്ഞത് കാണാം. ആ മുഴം വരെ എന്നതിനെ കണങ്കാലിൻ്റെ മധ്യം മുതൽക്ക് ഒരു മുഴം വരേക്കുമെന്നും അതുപോലെ തന്നെ നെരിയാണി മുതൽക്കാണെങ്കിൽ ഒരു ചാണ് നീളം കൂടി ഏറെ അവർക്ക് വസ്ത്രം താഴ്ത്തുന്നതിന് വിരോധമില്ല എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ നീളമുള്ള വസ്ത്രങ്ങൾ സ്ത്രീകൾ ധരിക്കുക എന്ന് പറയുന്നതും ഈ പറഞ്ഞതുപോലെ വസ്ത്രം വലിച്ചു വെച്ച് നടക്കുന്ന മുസ്ബിൽ എന്ന് പറയുന്ന പ്രയോഗത്തിലാണ് ഉണ്ടാകുക എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വസ്ത്രം മാന്യമായി ധരിക്കാത്ത സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ അവർക്ക് വലിയ ശിക്ഷകളാണ് പരലോകത്ത് അള്ളാഹു നൽകുന്നത്. കാരണം വസ്ത്രമെന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടത് ആ വസ്ത്രം മാന്യമായ രൂപത്തിൽ ധരിച്ചുകൊണ്ടാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓതി കേൾപ്പിച്ചിട്ടുള്ളത് അതുതന്നെയാണ്. യാ ബനി ആദം ഖദ് അൻസല ഇലൈക്കും ലിബാസ യുവാരി സൗആതിക്കും വലീഷ എന്നാണ്. അവിടെ മനുഷ്യരോട് പറയുകയാണ്, അഥവാ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അലങ്കാര വസ്ത്രങ്ങളൊക്കെ ഇറക്കി തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇറക്കി തന്നിട്ടുള്ളത്? നമ്മുടെ നഗ്നതയെ മറക്കാൻ വേണ്ടിയാണ്. നമ്മുടെ നഗ്നത മറക്കാനാണ്. അവിടെ തന്നെ തഖ്വയിൽ അധിഷ്ഠിതമായ വസ്ത്രമാകുന്ന ഏറ്റവും ഖൈറായിട്ടുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വസ്ത്രം മാന്യമായി ധരിക്കാത്ത, വസ്ത്രം ധരിച്ചിട്ടും നഗ്നത മറക്കാത്ത ആളുകൾക്ക് നരകത്തിൻ്റെ ആഴിയിലാണ് അവരുള്ളത് എന്നും സ്വർഗത്തിൻ്റെ വാസന അവർക്ക് നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുമൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, സിൻഫാനി മിൻ അഹ്ലിന്നാർ ലം അറഹുമാ ഖൗമുൻ മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖർ യദ്രിബൂന ബിഹന്നാസ് വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റൂസുഉന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദുന റീഹഹാ വഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറത്തി കദാ വകദാ. രണ്ട് വിഭാഗം ആളുകൾ, അവർ നരകാവകാശികളാണ്. രണ്ടുപേരെയും ഞാൻ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി പറയാം, ഒരു വിഭാഗം ആളുകൾ അവരുടെ കൈകളിൽ പശുവിൻ്റെ വാല് പോലെയുള്ള ചാട്ടവാറുകളുണ്ട്. ആളുകൾ അതുകൊണ്ട് അവർ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഭരണാധികാരവും മറ്റുമൊക്കെ സ്വാധീനങ്ങളുമൊക്കെ വെച്ചുകൊണ്ട് അനധികൃതമായിക്കൊണ്ട് ആളുകളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗം ആളുകൾ. അത്തരം ആളുകളും അതുപോലെ തന്നെ വസ്ത്രം ധരിച്ചിട്ടും നഗ്നരായ, തലയും ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ നടക്കുന്ന ആ സ്ത്രീകളും അവർക്കൊന്നും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നു മാത്രമല്ല അവർക്ക് അതിൻ്റെ വാസന പോലും ലഭിക്കുകയില്ല എന്ന് പറയുമ്പോൾ, സഹോദരന്മാരെ, നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്ന് നാം തീരുമാനിക്കണം. ആരെങ്കിലും നിർണയിക്കുന്ന രൂപത്തിലല്ല നാം വസ്ത്രം ധരിക്കേണ്ടത്. അള്ളാഹു നമുക്ക് നിർണയിച്ചു തന്നൊരു രൂപമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് നിർണയിച്ചു തന്നൊരു രൂപമുണ്ട്. ആ രൂപത്തിലായിരിക്കണം നമ്മുടെ വസ്ത്രമെന്നത് നാം ഉറപ്പിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ പോകുമ്പോൾ നഷ്ടമാകുന്നത് നമ്മുടെ പരലോകമായിരിക്കുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കുന്ന, ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.